ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടോ. ഞാനിന്ന് ട്രിവാൻഡ്രം ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ പോയതാണ്, ഇന്ന് എനിക്ക് ഓഫ് ഡേ ആയതുകൊണ്ട് വെറുതെ പോയതാണ്. പക്ഷെ പോയപ്പോൾ ജസ്റ്റ് അതിൽ കൂടി ഇങ്ങനെ ഉലാത്തുമ്പോൾ ഞാനൊരു മിനിസോ കണ്ടു. ഞാൻ ആക്ച്വലി മിനിസോ ഇതുവരെ കയറിയിട്ടില്ല. എനിക്ക് കൊറിയൻ ബ്രാൻഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ വെറുതെ കയറി നോക്കി, ഇതുകൊണ്ടാണ് ഞാൻ തിരിച്ചിറങ്ങിയത്. ഇതെല്ലാം കൂടി എനിക്ക് 1000 റുപ്പീസ് ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ചെറിയ എമൗണ്ട് ആണെന്നല്ല, പക്ഷേ ഇറ്റ്സ് കൈൻഡ് ഓഫ് അഫോർഡബിൾ റൈറ്റ്. 1000 രൂപയ്ക്ക് മിനിസോയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അധികം സാധനങ്ങളൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് അതൊക്കെ കാണിക്കാം. ഫസ്റ്റ് ഇതിനൊരു കൂപ്പൺ ഉണ്ട്, കാരണം 1000 രൂപയിൽ കൂടുതൽ 1000 രൂപയിൽ കൂടുതൽ ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൂപ്പൺ ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് ഐഫോണൊക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനവിടെ ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട്. ഐഫോൺ അടിച്ചാൽ ഈ ഐഫോൺ മാറ്റി ഐഫോൺ എടുക്കാമല്ലോ. ഫസ്റ്റ് കൂപ്പൺ. നെക്സ്റ്റ് വൺ, ഒരു ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പ്, നല്ല ഭംഗിയില്ലേ. ഫോർ കിഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ക്ലിപ്പ്. എൻ്റെ ഒരു മഞ്ഞ ക്ലിപ്പ് ഉണ്ട്, നോക്ക്. ഇങ്ങനെ ഒരു മഞ്ഞ ക്ലിപ്പ് ക്യൂട്ടായില്ലേ, അത് അടി. നെക്സ്റ്റ് ഇതൊരു എന്താ പറയുക, ഹെയർ ടവലാണ്. ഞാനിങ്ങനെ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാനെപ്പോഴും തോർത്താണ് യൂസ് ചെയ്യാറ്. പക്ഷേ മുടി ഇങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ റാപ്പ് ചെയ്ത് നമ്മൾ മുകളിലേക്ക് വെക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണം. തിക്കൻഡ് FIC അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ, മോർ അബ്സോർബൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് 200 റുപ്പീസ് ആയിരുന്നു കേട്ടോ. മിനിസോയുടെ ഓൺലൈൻ സൈറ്റ് ഉണ്ടോ? മിനിസോയ്ക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, അവിടെ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇതിന് 200 കൊടുത്തിരിക്കുന്നത്. ഇതിന് ഈ ഹെയർ ക്ലിപ്പില്ലേ, ഇതിന് 130 റുപ്പീസാണ് കേട്ടോ. 1 2 3 4 5 6 ക്ലിപ്പിന് 130 രൂപ. ഒരെണ്ണത്തിന് 20 രൂപ സംതിങ് പോലെ. കുഴപ്പമില്ല, മിനിസോ അല്ലേ. ക്യൂട്ടായിട്ടുണ്ട്. അതിന് ക്വാളിറ്റി എത്രയുണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. അടുത്തത് ഇതാ ഈ ഹെയർ ടവലാണ്. ഇതിനിവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തോർത്തിയിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഇവിടെ ഒരു ചെറിയൊരു സ്ട്രാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് അവർ, കണ്ടോ. സ്ട്രാപ്പ് എടുത്ത് നമ്മളിങ്ങനെ ഇടും. അപ്പം നമ്മുടെ തല ഇവിടെ ആയിരിക്കും. അങ്ങനെ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇവൻ്റെ തലയിൽ ഇട്ട് വെക്കാം. ഇവൻ്റെ പേര് ലുലു എന്നാണ് കേട്ടോ. ഞാൻ പണ്ട് ലുലു എന്ന് വാങ്ങിച്ചതാണ് ഇവൻ, അതുകൊണ്ട് ഞാൻ ഇവനെ ലുലു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവനാണ് കുളിച്ചിട്ട് വരുന്നതെങ്കിൽ നമ്മളിവൻ്റെ തലയിൽ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളതിനെ റാപ്പ് ചെയ്തിട്ട് നമ്മളിതേ സംതിങ് ലൈക്ക് നമ്മളതിനെ റാപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ എന്തോ ആക്കും. അങ്ങനെയാണ് ഞാൻ ഇട്ട് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ബാക്കി. പോന്നല്ലോ. ഇതേ ഇങ്ങനെ കണ്ടു, കുളിച്ച് കുട്ടപ്പനായി. അതങ്ങനെ ഇവിടെ പോവും. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ, കുളിച്ച് സുന്ദരക്കുട്ടനായി കുട്ടിയായി. ഓക്കെ, അതിന് അവരൊരു ഡെമോ പടമൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഞാനത് റാപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇടാം. നെക്സ്റ്റ് ആണ് നമ്മുടെ ടിഫിൻ ബോക്സ്. ക്യൂട്ടായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ്. ഒരുപാട് ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ലഞ്ച് ബോക്സ്. ഇത് കണ്ടോ, മഞ്ഞ എല്ലായിടത്തും ഒരു മഞ്ഞ മയം. നമുക്ക് തുറന്നു നോക്കാം. പ്ലാസ്റ്റിക് ആണ് ആക്ച്വലി. പ്ലാസ്റ്റിക് കുറച്ച് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ ഒരു ചപ്പള പ്ലാസ്റ്റിക് അല്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ സോഫ്റ്റായിട്ട് തുറന്നു കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ക്യാരറ്റ് അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെക്കാം. ഇവിടെ എന്തെങ്കിലും കറി തോരനൊക്കെ വെക്കാം. വാ, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ചോറ് വെക്കാം, ഇവിടെ കറികൾ വെക്കാം. ഇത്രയും സാധനങ്ങൾ കറികൾ ഞാൻ ഇവിടുന്ന് കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. മിക്കവാറും മൊത്തം എംറ്റി ആയിട്ടായിരിക്കും ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. ഓ, കുഞ്ഞി പാത്രം. എനിക്കൊന്ന് സോസൊക്കെ കൊണ്ടുപോയില്ലേ, അതിന് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ സോസൊന്നും കൊണ്ടുപോയില്ല. ഞാനിവിടെ വല്ല തൈരോ പാവയ്ക്കോ കൊണ്ടാട്ടോ കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഓ, എല്ലാത്തിനും കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഓ, ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇതെങ്ങനെയത്, ഇതിൻ്റെ സിങ്കോപ്ലിക്കാക്കി എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയത്? ഓക്കെ ഫൈൻ, മനസ്സിലായി. അങ്ങനെയല്ലേ? ഓക്കെ. ഒരു സ്പൂൺ ഫോർക്ക് ഉണ്ട്. ഇതിൻ്റെ പേരാണ് സ്പോർക്ക്, അതോ 4 സ്പൂണോ അങ്ങനെ എന്തോ, ഒരു 4 സ്പോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിന് പറയുക. മറന്നുപോയി ഞാൻ, എനിക്കറിയാമായിരുന്നു. ഇതിങ്ങനെ വിളിച്ചിട്ട് നമുക്ക്. ഓ,
ഓ സോ നൈസ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അടച്ചാൽ തിരിച്ചടച്ചു, അടച്ചാൽ അങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. 1 2 3 4 5 6 7 8 കമ്പാർട്ട്മെൻറ്റ്. സോ റിച്ച്. അങ്ങനത്തെ ഒരു കുറച്ച് വെയിറ്റ് ഉള്ളൂ, ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. കണ്ടാൽ തോന്നുന്നു കുറച്ച് വെയിറ്റ് ഉള്ള പോലെ. ഇതിൻ്റെ തന്നെ ഗ്ലാസിൻ്റെ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതിനും അവിടെ നിന്ന് കുറച്ച് പേര് നോക്കുകയാണ്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ പോലത്തെ ഉണ്ട്, അതിന് 500 റുപ്പീസ് ഉള്ളൂ. ഭയങ്കര വെയിറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മതിയെന്ന്. ആൻഡ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ഈ ബെയർ, ദ വി ബെയർ ബെയർ. ഈ എന്താ നമ്മൾ പറയുക, ഓ എന്തൊരു സോഫ്റ്റ് ആയിട്ടാണ് പൊളിഞ്ഞു വന്നേ. സോ സാറ്റിസ്ഫൈങ്. നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോഴുള്ള ഒരു മാസ്ക്, അതായത് നമ്മൾ കണ്ടോ ഇങ്ങനെ ബിയറിൻ്റെ ഫേസ്, ബെയറിൻ്റെ ഫേസ് ഉണ്ട്. നമ്മളിതിങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ലിക്വിഡ് ഉണ്ടാവില്ലേ, അതിലേക്ക് ഇതിട്ടിട്ട് അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരും. അപ്പോൾ നമുക്ക് മാസ്ക് പോലെ ഇങ്ങനെ റിലാക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കഞ്ഞിവെള്ളം സ്കിന്ന് വളരെ നല്ലതാണല്ലോ. കൊറിയൻ സ്കിൻ കെയറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ കഞ്ഞിവെള്ളമാണല്ലോ. അപ്പോൾ പിന്നെ അതിൽ പരീക്ഷിക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ബിൽ. അപ്പോൾ ഇതിനെല്ലാം കൂടി എനിക്ക് അത് കറക്റ്റ് 1000 റുപ്പീസ്, ഈ ക്യാരി ബാഗിനും കൂട്ടിയിട്ട്. പക്ഷേ ഈ ക്യാരി ബാഗിൽ അവരുടെ ഈ മിനിസോന്ന് എഴുതിയിട്ടുള്ള ലോഗോയൊന്നുമില്ല. അങ്ങനെ ലോഗോ ഇല്ലാത്ത ക്യാരി ബാഗുകൾക്ക് പൈസ വാങ്ങിക്കരുതെന്നാണ് പറയുക. അങ്ങനെ എന്തോ ഒരു നിയമമില്ല, എനിക്കറിയില്ല. ബട്ട് കൊള്ളാം. അപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഒന്നുകൂടി നോക്കാം. ഒരു ലഞ്ച് ബോക്സ്. നാളെ ഈ ലഞ്ച് ബോക്സിൽ ലഞ്ച് കൊണ്ടുപോകുന്ന ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാം. അടുത്തത് ഇതാ ഈ മാസ്കോസ്കി, നൈസ് വൺ. പിന്നെ നമ്മുടെ ഈ ക്ലിപ്പുകൾ. പിന്നെ ഒരു സാധനം വാങ്ങിച്ചില്ല, എന്തായിരുന്നു അത്? ഇവിടെ ഇരിപ്പുണ്ടല്ലേ, ഇങ്ങോട്ട് വടക്കുട്ടാ. പിന്നെ നമ്മൾ നല്ല അടിപൊളി ഒരു ഹെയർ ടവൽ. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. എനിക്ക് മിനിസോയിൽ പോയപ്പോൾ തോന്നിയ കാര്യം, ഭയങ്കര ക്യൂട്ടായിട്ട് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്, അല്ലെങ്കിൽ പോയപ്പോൾ കണ്ട സാധനങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാനിടാം. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ, അല്ല വാങ്ങിക്കാനും അവിടെ പോയിരിക്കാനും. അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രസം. എല്ലാം ക്യൂട്ട് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മിനിസോയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണേ. പിന്നെ മിനിസോയിൽ പോയാൽ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് ഇതിൽ അങ്ങനെയൊന്നുമില്ല. 1 2 4 സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ ഈ ടിഫൻ ബോക്സാണ്, കാരണം യൂസ്ഫുൾ ആണല്ലോ കൂടുതലും, അതുകൊണ്ട്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് യൂസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. ക്ലിപ്പ് ഇസ് ലൈക്ക് ക്യൂട്ട്. 1-2 ക്ലിപ്പ് അവരുടെ വീട്ടിൽ പോകുമ്പം അപ്പുറത്തെ പൊന്നൂനും കുടുവിനൊക്കെ കൊടുക്കാം, രസമുണ്ട്. ഇതും യൂസ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇതിരിക്കുന്നില്ല, ഇവൻ്റെ തലയാണ്ടായിരിക്കും, എൻ്റെ തലയിൽ ഇരിക്കുമായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ മിനിസോയിലല്ല, വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കോമൻറ്റ് ചെയ്യണം. എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞ് ശീലമില്ല, പക്ഷെ നിങ്ങളെല്ലാം ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ. ഇതെല്ലാം ഒതുക്കട്ടെ.